ഹലോ, വെൽക്കം ബാക്ക് ടേക്ക് റീ ചാനൽ. വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോട് വനിതവേദി വന്നിരിക്കുകയാണ്. നിവിൻ ചേട്ടൻ്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയാണ് 3:30 ഷോ. ബത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ ദ ഓണം വിന്നർ ഈസ് ഹിയർ. അപ്പോൾ സിനിമ കണ്ടുകഴിഞ്ഞ് ജസ്റ്റ് വീഡിയോ എത്തിയുള്ളൂ. വീഡിയോ ഇടാൻ ലേറ്റ് ആയി എന്ന് എനിക്കറിയാം. കാരണം എടപ്പള്ളി വനിതയിലെ ഞാൻ പോയി കണ്ടത്. അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ നല്ല കുറേ ബ്ലോക്കിൽ പെട്ടിട്ട് കുറേ പാടുപെട്ടാണ് ഇവിടെ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ അധികം ഈ സിനിമ എങ്ങനെയെന്ന് പറയാനാണെങ്കിൽ ഈ കൊല്ലം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു വൻ കോമഡി എൻ്റർടൈനർ എടുത്ത് പറയാവുന്ന സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ. ആക്ച്വലി ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമ കാണാനായിട്ട്. അതുപോലെ ഞാൻ റിവ്യൂസൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു ഇപ്പോൾ ഈ സിനിമ കാണണമെന്ന്. അത് കണ്ടതിൻ്റെപ്പം എൻ്റെ മനസ്സ് നിറഞ്ഞു. ഈ കൊല്ലം ഞാൻ ഇതിനു മുമ്പ് ഏറ്റവും കൂടി ചിരിച്ച് എൻജോയ് ചെയ്ത് ഇറങ്ങിയ പടം വാഴ 2 ആയിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ചിരിപ്പിച്ച് ഒരു വേറെ ലെവലിൽ എത്തിക്കുന്ന മറ്റൊരു പടം ഈ കൊല്ലം നമുക്ക് സമ്മാനിച്ചു. ഈ ഓണത്തിന് നിവിൻ ചേട്ടൻ്റെ ടീമും, അതായത് ഗിരീഷ് ഷെഡിയുടെ ഡയറക്ടർ, ഹി സ്ട്രൈക്ഡ് അഗെയിൻ. നിവിൻ ചേട്ടന് ഒരു കിടിലൻ കംബാക്ക് കൊടുക്കാൻ പുള്ളിക്ക് സാധിച്ചു. ദ OG എന്റർടൈനേഴ്സ് ബാക്ക്. ഈ ഓണത്തിന് ശരിക്കും പടം തൂക്കി, അതുപോലെ ഇവരും ഓണം കൊണ്ടുപോയി എന്ന് പറയാം. കാരണം അത്ര കിടിലൻ പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഈ സിനിമയുടെ തുടക്കം പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ റൊമാൻറ്റിക് കഥയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയാനാണെങ്കിൽ. ഏജ് ഗ്യാപ്പ് ഡിഫറൻസ് ഉള്ള നിവിൻ ചേട്ടനും മമിതയും തമ്മിലുള്ള ഈ സിനിമയിലുള്ള കോമ്പിനേഷൻ, അതുപോലെ അവർ തമ്മിലുള്ള കെമിസ്ട്രി സിനിമയിൽ നന്നായിട്ട് വർക്കൗട്ടായി. അതുപോലെ അവർ രണ്ടുപേരുടെ പെർഫോമൻസ് കിടുവായിരുന്നു. അത് നിവിൻ ചേട്ടൻ ആടെ മമിത ബൈജു ഒക്കെ അടിപൊളിയായിട്ട് ഒരു റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സംഗീത പ്രതാപ് ഈ സിനിമയിൽ ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു കക്ഷി. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ വളരെ സപ്പോർട്ടീവായിട്ട് പുള്ളിയുടെ ക്യാരക്ടറൊക്കെ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലെ വമ്പൻ കാസ്റ്റിംഗ് ആണ് സിനിമയിൽ. മറ്റ് ക്യാരക്ടേഴ്സ്, അതായത് സുരേഷ് കൃഷ്ണ സാറും നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന കക്ഷി, പിന്നെ ശൃന്ദ, മീനാക്ഷി രവീന്ദ്രൻ, മറ്റേ ഉടമ്പണത്തിലൊക്കെ ചെയ്തിട്ടുള്ള ചേച്ചി, പിന്നെ നമ്മുടെ തണ്ണിമത്തനൊക്കെ അഭിനയിച്ചിട്ടുള്ള ടീച്ചറായിട്ടൊക്കെ അഭിനയിച്ച കക്ഷിയുണ്ട് പുള്ളിക്കാരിയും. അതുപോലെ നമ്മുടെ പ്രേമലിൽ ആദ്യമായിട്ട് അഭിനയിച്ചിരുന്ന അച്ഛനുണ്ട്, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പോർഷൻസ് പ്രേമലിലും പോലും ഒരുപാട് പോർഷൻസ് ഒന്നും ഇല്ല പുള്ളിക്ക്, ഇതിൽ കുറവാണ്. പക്ഷെ കിട്ടിയ പോർഷൻസ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയണം. ഫസ്റ്റ് ഹാഫ് തുടക്കം തൊട്ട് ഫുൾ ചിരിച്ചിരിച്ച് മനുഷ്യൻ ചത്തു എന്ന് പറയാം. അത്രയും ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിരുന്ന സിനിമയായിരുന്നു. അത്രയും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. അതുകൂടാതെ മനസ്സിലിറങ്ങി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ പടം കണ്ടപ്പോൾ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫും പിന്നെ സെക്കൻഡ് ഹാഫും അതുപോലെ ക്ലൈമാക്സും ഒരുപോലെ കിടിലം. എനിക്ക് ഒരു കുറവും തോന്നാതെ, ഒരു ലാഗ് അടിക്കാതെ ഷുവറായിട്ട് 2.5 മണിക്കൂർ ഫുൾ എൻ്റർടൈൻമെൻറ്റോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലം, ഒരു വൻ എൻ്റർടൈൻമെൻറ്റ് പടമായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. ഒരു വൻ കിടിലൻ എൻ്റർടൈൻമെൻറ്റ് അനുഭവമാണ് എനിക്ക് സിനിമ തിയേറ്ററിൽ കിട്ടിയത്. അത്രയും ഗംഭീരമായിട്ടാണ് ഈ സിനിമയിൽ എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയിലെ മൊത്തം എല്ലാവരുടെ കാസ്റ്റ് അതുപോലെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആവേശത്തിൽ ശാന്തൻ എന്ന പേരിൽ ക്യാരക്ടർ ചെയ്ത മച്ചാനുണ്ട്. പുള്ളിയും സംഗീത ചേട്ടൻ്റെ ഒപ്പം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്ററിലൊക്കെ. ഫുൾ ചിരിയായിരുന്നു എല്ലാവരും ഒരുപോലെ ചിരിപ്പിക്കുക, എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ തികച്ചും പറയാം. ഇതിൻ്റെ സ്ക്രിപ്റ്റും എൻ്റെ പൊന്നോ, ഈ പഴയ കാലത്തെ കോമഡീസൊക്കെ പണ്ടത്തെ കോമഡിയൊക്കെയാണ് നമ്മൾ ചിരിച്ചിരുന്നതാണ്. പക്ഷെ ഇന്നത്തെ സിനിമകൾക്ക് ഒരുപാട് സിനിമയ്ക്ക് കോമഡി വർക്കാവുന്ന ചാൻസൊക്കെ വളരെ വിദൂരമാണ്. അപ്പോഴാണ് ഇവിടെ ഡയലോഗ് വൈസും അതുപോലെ സിറ്റുവേഷൻ വൈസും നമ്മളെ ചിരിപ്പിച്ച് വേറെ ലെവലാക്കി. അതുപോലെ കുറച്ച് സിനിമകളുടെ റെഫറൻസ് വെച്ചിട്ട് വളരെ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലം
പടമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ പറയാം. അത്രേ ഉള്ളൂ. അതുപോലെ ഈ സിനിമയുടെ മേക്കിങ്ങും അതുപോലെ ടെക്നിക് സൈഡും അതുപോലെ മ്യൂസിക്കും BGM ഒക്കെ കിഡിലാണ്. ഒരുപോലെ വേറെ ലെവലെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. അതുപോലെ ക്യാമറ വർക്കും അതുപോലെ എഡിറ്റിങ്ങും എല്ലാം കൊണ്ടും ഒരുപോലെ കിഡിലാണ്. അതുപോലെ സ്ക്രിപ്റ്റും കിടുമായിരുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കിടുമായിരുന്നു. ആ കോമഡി വൈസൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പം ഒരു ചെറിയൊരു റൊമാൻറ്റിക് സ്റ്റോറി ആയിട്ടാണ് ഈ സിനിമ കൊണ്ടുവന്നത്. ഒരു സിമ്പിൾ കഥയായിരുന്നു. പ്ലോട്ട് ഭയങ്കര സിമ്പിളാണെങ്കിലും അത് വളരെ എൻ്റർടൈൻമെൻറ്റോടെ സിനിമയിൽ അവതരിപ്പിക്കാൻ ഗിരീഷ് ഷെഡി എന്ന ഡയറക്ടറിന് സാധിച്ചു എന്ന് തികച്ചും ഞാൻ പറയാം. അപ്പം അത്രയേ ഉള്ളൂ. ഗിരീഷ് ഷെഡിയുടെ കരിയറിലെ ബെസ്റ്റ് മൂവി എന്ന് ഞാൻ തികച്ചും പറയുന്നൊരു പടമായിട്ടാണ് ഈ സിനിമ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയാം. പ്രേമലുവിനേക്കാളും തണ്ണിമത്തനേക്കാളും സൂപ്പർ ഷെഡിനേക്കാളും പിന്നെ അയാം കാതനും ഈ 4 സിനിമകളെക്കാളും ഏറ്റവും പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂവി 5ാമത്തെ സിനിമയായ പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് അടിപൊളി പടമായിട്ട് ഞാൻ എടുത്ത് പറയുന്ന സിനിമയാണിത്, ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവി. അപ്പോൾ അത്രേ ഉള്ളൂ. സിനിമ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അപ്പോഴേ താഴെ രേഖപ്പെടുത്താം. അപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 5ആണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ അവസാനിപ്പിക്കുന്ന വേറൊരു കാര്യം, ഇന്നലെ ഖലീഫ എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു ഫസ്റ്റ് ഷോക്ക്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ലിങ്ക് ഞാൻ താഴെ ഇടുന്നതായിരിക്കും. എനിക്ക് ആ സിനിമ അത്യാവശ്യം വർക്കായി, കുഴപ്പമില്ലാത്തൊരു പടം, അത്യാവശ്യം ആക്ഷൻ വൈസ് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടമായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഈ ഓണ സീസണ് ബത്ലഹേം കുടുംബ യൂണിറ്റാണ് തൂക്കുന്നല്ല തൂക്കി ഓൾറെഡി. അത്രേ പറയാനുള്ളൂ. ഇന്നും നാളത്തേക്കും പിന്നെ ഇനിയുള്ള ദിവസം ഇനി ടിക്കറ്റ് കിട്ടാനായിരിക്കും ഈ പടത്തിന് ഏറ്റവും ചാൻസ് കുറവ്. അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഈ പടത്തിൽ. അത്രേ ഉള്ളൂ. പിന്നെ ഖലീഫ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇന്നലെ ഓൾറെഡി അനൗൺസ് ചെയ്തതും കേട്ടു. അപ്പോൾ അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ ഇനിയും ഇതുപോലെ ഗിരീഷ് ഷെഡിയുടെ ഇനി അടുത്ത സിനിമ അതുപോലെ ഇതേ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇനിയും ഒരു പടം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരെയും സുരാൻ ആൻഡ് ഗുഡ് നൈറ്റ്.